ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിലെ 2-3 പാർട്ടുകളായിട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടുത്തൊരു പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻസേർട്ടിലെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പറയുന്നത് ഇല്ലുസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞു. ഇല്ലുസ്ട്രേഷനിൽ കുറച്ച് ഓപ്ഷനുകൾ വരുന്നുണ്ട്. പിക്ചർ, ക്ലിപ്പ് ആർട്ട്, ഷേപ്പ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതിലെ പിക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേജിൽ, ഒരു വർക്കിൽ എങ്ങനെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യും എന്നതാണ് നമ്മൾ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പിക്ചർ എന്താണെന്ന് പറയാം. ഇപ്പം നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഒരു പേജിൽ കുറച്ച് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈപ്പ് ചെയ്തതിന് ഇടയിലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇമേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് ഇമേജ് ആണോ നമുക്ക് വേണ്ടത് ആ ഇമേജിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ എവിടെയാണ് നമ്മൾ പിക്ചേഴ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ആ ഇമേജ് ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോണേ. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇമേജ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേജിൽ ആ ഇമേജ് ഇൻസേർട്ട് ആയി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പിക്ചർ വലുതായിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ പിക്ചറിനെ നമുക്ക് ചെറുതാക്കണം. അതിനുവേണ്ടി നമ്മുടെ പിക്ചറിന്റെ 4 കോർണറിലും ഒരു റൗണ്ട് വരുന്നുണ്ട്, ഒരു പോയിന്റർ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനെ താഴോട്ട് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചർ നമുക്ക് ഇവിടെ ചെറുതായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ പിക്ചറിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പച്ച കളറിൽ ഒരു ബട്ടൺ വരുന്നത് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പിക്ചറിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആവശ്യം എങ്ങനെയാണ് അതിനനുസരിച്ച് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ ഇതിനെ ജസ്റ്റ് ചെറുതാക്കി വെച്ചിട്ടുണ്ട്, പിക്ചറിനെ ചെറുതാക്കി വെച്ചു. ഇനി നമ്മൾ ഈ പിക്ചറിനെ ഒന്ന് മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം മൂവ് ചെയ്യിക്കുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് മൂവ് ചെയ്ത് വരാൻ. നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് അത്ര പെട്ടെന്ന് ഇത് മൂവ് ചെയ്ത് വരാൻ പാടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ പിക്ചർ നമ്മൾ എടുത്തിട്ട് മേലെ ടൂൾ ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിക്ചർ ടൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അഡീഷണൽ ആയിട്ട് പിക്ചർ ടൂള് ഇവിടെ ഭാഗത്ത് ഈ ഡെവലപ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, ഇമേജിനെ സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പിക്ചർ ടൂള് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഇമേജിനെ സെലക്ട് ചെയ്യുക. ഇമേജിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചർ ടൂൾ എന്ന് പറഞ്ഞിട്ട് അതിൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഇമേജിന് എങ്ങനെയൊക്കെ നമുക്ക് മാറ്റം വരുത്താം എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിന് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ പിക്ചറിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എളുപ്പത്തിൽ മാറ്റുക എന്നുള്ളതാണ്. അതിന് പിക്ചറിനെ സെലക്ട് ചെയ്തതിന് ശേഷം പിക്ചർ ടൂളിൽ ഫോർമാറ്റ് എന്ന് പറയുന്നതിൽ വ്രാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വ്രാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്ക്വയർ എന്നുള്ളതോ ടൈറ്റ് എന്നുള്ളതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ടൈറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ സ്ക്വയർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. സ്ക്വയർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിക്ചറിനെ മൂവ് ചെയ്യിക്കാനുള്ള ഒരു ടൂള് എന്നുള്ളതല്ല, ടൈപ്പ് ചെയ്തതിന് ഇടയിൽ കറക്റ്റായിട്ട് നമുക്ക് പിക്ചറിനെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ അത് എടുക്കുമ്പോൾ നമുക്ക് പിക്ചറിനെ മൂവ് ചെയ്യാനും കൂടെ ഒന്നുകൂടെ എളുപ്പമുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പിക്ചറിനെ സ്ക്വയർ എന്നുള്ളത് സെലക്ട് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണുക. അപ്പൊ നമുക്ക് ഇനി പിക്ചറിനെ വീണ്ടും ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഇമേജ് ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് അതിനെ മൂവ് ചെയ്യിക്കാൻ എളുപ്പമാക്കിയത്. ഇനി പിക്ചർ ടൂളിൽ തന്നെ വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ ഈ ഇമേജ് ഇവിടെ എടുത്തിട്ട് അതിനുശേഷം ഈ ഇമേജിന്റെ
ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പെർഫെക്ഷനോട് കൂടിയല്ല, ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള പെർഫെക്ഷനോട് കൂടിയല്ല, എന്നാലും നമുക്ക് ഒരു വിധത്തിൽ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഓപ്ഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, കീപ് ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ടാണ് നമ്മളത് ചെയ്തത്. ഇനി കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് പിക്ചറിന്റെ പല ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള പിക്ചറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരോന്നിലും കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ഇമേജ് മാറുന്നതായിട്ട് കാണാം. ഇമേജ് ലൈറ്റ് ആയിട്ട് വരുന്നു, ഡാർക്കായിട്ട് വരുന്നുണ്ട്. അതായത് ബ്രൈറ്റ്നെസ് കൂട്ടിയും കുറച്ചും ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത്. പിന്നെ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കളറിൽ നമുക്ക് ഇതുപോലെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ പിക്ചറിന് മൊത്തത്തിൽ നമുക്ക് കളറിൽ മാറ്റം വരുത്താം. ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള കുറച്ച് സ്റ്റൈലുകളാണിത്. ഇതിന്ന് നമുക്ക് പിക്ചറിനെ ഈ തന്നിരിക്കുന്ന കുറേ മോഡലിലേക്ക് ഗ്ലാസ് ടൈപ്പ് വരുന്നുണ്ട്, അതേപോലെ തന്നെ മൊസൈക്ക് ബബിൾസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റൈലുകൾ വരുന്നുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അത് ആർട്ടിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നതാണ്. ഇനി പിക്ചറിന് നമുക്കൊരു ബോർഡർ കൊടുക്കണം എന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിക്ചറിന് ബോർഡർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. പല രീതിയിൽ ബോർഡറുകൾ വരുന്നുണ്ട്. തിക്കായിട്ടുള്ള ലൈൻസ് വരുന്നുണ്ട്, ഓവൽ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റാം. ഇങ്ങനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ബോർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ആവശ്യം എങ്ങനെയാ അതിനനുസരിച്ച് ഇവിടുന്ന് ബോർഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് വന്നിട്ട് പിക്ചറിന്റെ ബോർഡർ നമ്മൾ കൊടുത്തതിന് ശേഷം ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു ബോർഡർ കൊടുത്തു. ഈ കൊടുത്ത ബോർഡറിന്റെ കളർ നമുക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണം എന്നാണെങ്കിൽ ഇവിടെ പിക്ചർ ബോർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിക്ചറിന്റെ ബോർഡർ കളർ മാറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി പിക്ചർ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇതിൽ ഒരുപാട് സ്റ്റൈലുകൾ വരുന്നുണ്ട്. ഈ സ്റ്റൈലുകളെല്ലാം നമുക്ക് ഷേഡോ വരുന്നതുണ്ട്, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന രീതിയിലുള്ളതുണ്ട്, സോഫ്റ്റ് എഡ്ജസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമേതോ അതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി പിക്ചറിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പം നമ്മൾ എടുത്ത പിക്ചർ ഈ ഒരു ടൈപ്പിങ്ങിന്റെ കോർണറിലായിട്ട് ടോപ്പ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ടാണ് കിടക്കുന്നത്. ഇതിന്റെ പൊസിഷൻ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാം. ടോപ്പിൽ തന്നെ ലെഫ്റ്റിൽ കോർണറിലായിട്ട് വരും, ടോപ്പിൽ സെന്ററിൽ വരും. അപ്പൊ നമ്മൾ മൂവ് ചെയ്ത് മാറ്റുന്നതിന് പകരം കറക്റ്റ് പൊസിഷൻ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്താൽ മതി. ഇതാവുമ്പോൾ പേജിന്റെ കറക്റ്റ് സെന്ററിലായിരിക്കും. സെന്ററിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ അങ്ങനെ പൊസിഷൻ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി വ്രാപ്പ് ടെക്സ്റ്റ് ആണ് വരുന്നത്. വ്രാപ്പ് ടെക്സ്റ്റിലാവുമ്പോൾ സ്ക്വയർ ആണ് നമ്മൾ എടുത്തത്. സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ പിക്ചർ കൊണ്ടുവയ്ക്കുമ്പോൾ അതിന് ചുറ്റിനും കറക്റ്റ് ചതുരത്തിൽ ടൈപ്പിംഗ് നിൽക്കും. അതേപോലെ തന്നെയാണ് ടൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അടുത്തത് വരുന്നത്. ടൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പിക്ചറിന്റെ ഷേപ്പിനനുസരിച്ച് ടൈപ്പിങ്ങും കൂടെ അറേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ടോപ്പും ബോട്ടത്തിൽ വരുന്നതുണ്ട്. ത്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ടോപ്പും ബോട്ടം എന്ന് പറയുമ്പോൾ ടൈപ്പിംഗ് മുകളിലും താഴെയും മാത്രമേ വരുള്ളൂ, സൈഡിലൊന്നും ടൈപ്പിംഗ് ഉണ്ടായിരിക്കില്ല. ബിഹൈൻഡ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ആ പിക്ചറിന് മുകളിലും കൂടെ ടൈപ്പിംഗ് നമുക്ക് കാണാം. ഇൻ ഫ്രണ്ട് ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആവുമ്പോൾ ടൈപ്പിങ്ങിന് മുകളിലാണ് പിക്ചർ വരുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പിംഗ് വരുന്ന അത്രയും ഭാഗത്തെ എഴുത്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ എഡിറ്റ് വ്രാപ്പ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റിനും ഒരു പോയിന്റ് വരും. ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മൂവ് ചെയ്യിക്കുമ്പോൾ അവിടുത്തെ ടൈപ്പിംഗ് അവിടെ നിന്ന് റിമൂവ് ആവുകയല്ല, അറേഞ്ച് ആയിട്ട് മാറും താഴോട്ട്. അല്ലെങ്കിൽ നമ്മൾ ആ സ്പേസ് എവിടേക്കാണോ കൊടുത്തത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ടൈപ്പിങ്ങും കൂടെ നീങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയും കാര്യങ്ങളാണ് വ്രാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് ബ്രിങ് ഫോർവേഡ്, സെൻഡ് ടു ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ബ്രിങ് ഫോർവേഡ്. അപ്പൊ ഇതിൽ ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പിക്ചറിന് മുകളിലായിട്ട് അടുത്ത പിക്ചർ വരാൻ 2-3 പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലാണ് അത് കൂടുതലും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ആകെ ഒരു ഇമേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ.
അതുപോലെ ഒരു പിക്ചറിന് പുറകിലേക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. സെലക്ഷൻ ബാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ എടുക്കുന്ന ഓരോ പിക്ചറുകളും ഈ സെലക്ഷൻ ബാനിൽ പിക്ചറിന്റെ പേരുകളായിട്ട് വന്നു കിടക്കും. അപ്പോൾ സെലക്ഷൻ ബാനിൽ പോയിട്ട് നമുക്ക് ഈ പിക്ചർ ഈ പേജിൽ ആവശ്യമില്ലെങ്കിൽ സെലക്ഷൻ ബാനിൽ വന്നിട്ട് നമുക്ക് ഇതിനെ ഹൈഡ് ചെയ്ത് വെക്കാം. എപ്പോൾ ആവശ്യം വരുന്നോ അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിനെ ഷോ ചെയ്ത് എടുക്കാനും പറ്റും. അത് സെലക്ഷൻ ബാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് അലൈൻ ആണ്. അലൈൻ എന്നുള്ളത് നമ്മൾ എടുക്കുന്ന പിക്ചറിനെ ലെഫ്റ്റും റൈറ്റും സെന്ററും ഒക്കെ ആയിട്ട് നമുക്ക് അലൈൻമെന്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ഇമേജസ് എടുക്കുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുക. അടുത്തത് പിക്ചറിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. റൊട്ടേറ്റ് എന്നുള്ളത് എടുക്കുക, ഇവിടെ വന്ന് ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് റൊട്ടേറ്റ് വേണ്ടത് അത് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് ക്രോപ്പ് ആണ്. നമ്മൾ ഈ പിക്ചറിൽ കുറച്ച് ഭാഗം മാത്രം മതി, ബാക്കി ഭാഗങ്ങളെല്ലാം നമുക്ക് അതിനെ ക്രോപ്പ് ചെയ്ത് കളയണം. സെലക്ട് ചെയ്യുക, ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ക്രോപ്പ് എടുത്തതിന് ശേഷം ഇവിടെ ക്രോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ കോർണറിൽ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുമ്പോൾ അത്രയും ഭാഗം കട്ടായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും ഭാഗം കട്ടായി പോയി ആ പിക്ചർ. ക്രോപ്പ് എന്നുള്ളത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്ര ഭാഗമായിട്ട് നമുക്ക് ആ പിക്ചറിന് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻസേർട്ടില് പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ വഴി ചെയ്യുന്നത്. ഇതേപോലെ തന്നെയാണ് ക്ലിപ്പ് ആർട്ടും. ക്ലിപ്പ് ആർട്ട് എന്ന് പറയുമ്പോൾ കാർട്ടൂൺ മോഡൽ ഇമേജസ് ആണ് നമുക്ക് കിട്ടുക. ക്ലിപ്പ് ആർട്ട് എന്നുള്ളത് എടുക്കുക, റൈറ്റ് സൈഡിൽ ഒരു പാന് വരുന്നുണ്ട്. ഇവിടെ വന്ന് ഗോ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിപ്പ് ആർട്ടിൽ ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് കിട്ടും. ഇതിൽ ഏത് ഇമേജ് ആണോ നമുക്ക് പേജിൽ വേണ്ടത് അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. മാത്രമല്ല നേരത്തെ പിക്ചറിനെ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതേ ടൂളുകൾ തന്നെയാണ് ക്ലിപ്പ് ആർട്ടിൽ പിക്ചർ എടുക്കുമ്പോഴും നമുക്ക് കിട്ടുക. അപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് ഇതിനെയും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ അതിനെ ടൈറ്റ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഭാഗത്തേക്ക് നമുക്കതിനെ മൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ പിക്ചർ എടുക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് ഷേപ്പുകളാണ്. നമുക്ക് ഒരുപാട് ഷേപ്പുകൾ വരയ്ക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഷേപ്പുകൾ വരയ്ക്കാം. അപ്പൊ ഇവിടെ ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് ഒരുപാട് ഷേപ്പുകൾ, റെക്റ്റാങ്കിളിന്റെ തന്നെ പലത് വരുന്നുണ്ട്. അതുപോലെ ബേസിക് ഷേപ്പുകൾ, ബ്ലോക്ക് ആരോസ്, ഇക്വേഷൻ ഷേപ്പ്, അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് ഷേപ്പുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മൾ തൽക്കാലം ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഒരു ഷേപ്പ് നമ്മൾ എടുത്തു, അത് പേജിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. ഈ പിക്ചർ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവിടെ പിക്ചറിനെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ, അതായത് ഷേപ്പിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ഒക്കെ ചെയ്യാം. എല്ലാത്തിലും ഒരു പച്ച പോയിന്റ് വരുന്നുണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. അതേപോലെ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഒരുവിധം എല്ലാ ഷേപ്പുകളിലും ഇതുപോലെ ഒരു യെല്ലോ കളറിൽ ഒരു പോയിന്റ് വരും. ഈ യെല്ലോ കളറിലുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഷേപ്പിനെ പല രീതിയിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അത് ഓരോ ഷേപ്പിനനുസരിച്ചിട്ടും മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. ഇതിലിപ്പോ സ്മൈലിയാണ് വന്നിട്ടുള്ളത്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു സാഡ് ഫേസ് ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നുണ്ട്. അതേപോലെ ഒരു ആരോ ആണ് നമ്മൾ വരയ്ക്കുന്നത്, ഷേപ്പായിട്ട് നമ്മൾ ഒരു ആരോ ആണ് വരയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും ഒരു പോയിന്റ്, 2 പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ആ യെല്ലോ ആരോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ആരോ പല രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ ഷേപ്പും നമ്മൾ ഉപയോഗിക്കുന്നത്. ഷേപ്പിലും നമ്മൾ ഷേപ്പ് വരയ്ക്കുമ്പോഴും ഇതേപോലെ നമുക്ക് ഒരു ടൂള് അഡീഷണൽ ആയിട്ട് വരും. ഡ്രോയിങ് ടൂൾ എന്നാണ് പറയുന്നത്. ഡ്രോയിങ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഷേപ്പിനെ എഡിറ്റ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഷേപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഏറോ ആണ് നമ്മൾ വരച്ചത്, ഈ ഏറോ നമുക്ക് വേറൊരു ഷേപ്പിലേക്ക് മാറ്റണം എന്നുണ്ട്. അപ്പോൾ അടുത്ത ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏറോ തന്നെ വേറൊരു ഷേപ്പായിട്ട് മാറും. ഇനി ഈ ഷേപ്പിൽ തന്നെ നമുക്ക് കളറ് മാറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കളർ നമുക്ക് മാറ്റാം. അതേപോലെ ഇവിടെ ഷേപ്പ് ഫില്ല് വരുന്നുണ്ട്, ഇതൊന്നും നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഇനി കളർ നമ്മൾ സെലക്ട് ചെയ്തു, അതിനുശേഷം ഷേപ്പിന്റെ ഔട്ട്ലൈൻ, ഇപ്പോൾ റെഡ് കളറിലാണ് നമ്മൾ ഷേപ്പ് കൊടുത്തത്, അപ്പൊ ഇതിന്റെ ഔട്ട്ലൈൻ വേറൊരു കളറിലേക്ക് നമുക്ക് മാറ്റണം. അപ്പൊ ഷേപ്പ് ഔട്ട്ലൈൻ എന്നുള്ളത് എടുക്കുക. ഇവിടെ നിന്ന് നമുക്ക് വേറെ ഏത് കളറിലാണോ ഔട്ട്ലൈൻ വേണ്ടത് അത് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഔട്ട്ലൈനും നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഔട്ട്ലൈൻ്റെ കളർ മാത്രമല്ല, ഔട്ട്ലൈൻ്റെ തിക്ക് ഇത്തിരി കൂടിയിട്ട് വരണം എന്നുണ്ട് ഔട്ട്ലൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഷേപ്പ് ഔട്ട്ലൈൻ എടുത്തു. വെയിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അതിൻ്റെ തിക്നെസ് കൂട്ടിയിട്ട് കൊടുക്കാം. അതേപോലെ ഷേപ്പ് എഫക്റ്റുകൾ വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച പോലെ പ്രീസെറ്റ്, അതുപോലെ ഷാഡോ എഫക്റ്റുകൾ, റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ, ഗ്ലോ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഏത് എഫക്റ്റ് വേണമെങ്കിലും നമുക്ക് ഈ ഷേപ്പിനും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഈ ഷേപ്പിനുള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷേപ്പിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷേപ്പിൻ്റെ മുകളിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴ്സർ, നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള കഴ്സർ ഈ ഷേപ്പിനുള്ളിൽ വരും. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് എന്താണോ അത് ഈ ഷേപ്പിനുള്ളിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പിനുള്ളിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് ചെയ്ത വേർഡിനെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏത് സ്റ്റൈലിലേക്ക് വേണമെങ്കിലും നമുക്ക് ടൈപ്പിങ്ങിന് മാറ്റാം. അതേപോലെ ടെക്സ്റ്റ് ഫില്ല് വരുന്നുണ്ട്, കളർ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് മാറ്റാം. ടെക്സ്റ്റിൻ്റെ എഫക്റ്റുകളിൽ മാറ്റം വരുത്തി കൊടുക്കാം. റിഫ്ലക്റ്റും BVL എംബോസ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. 3D എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഇമേജിനെ മാറ്റാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറ്റി കൊടുക്കാം. ഇനി ടെക്സ്റ്റ് ഡയറക്ഷൻ ആണ്. ടെക്സ്റ്റ് ഡയറക്ഷൻ ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിന് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് എഴുതുന്ന രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ ടെക്സ്റ്റ് ഡയറക്ഷൻ എന്നുള്ളത് എടുക്കുക. ഇവിടെ തന്നിരിക്കുന്നു ഹൊറിസോണ്ടൽ ഉണ്ട്, റൊട്ടേറ്റ് ഓൾ ടെക്സ്റ്റ് 90 ഡിഗ്രി വരുന്നുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഏത് അലൈൻമെന്റിലേക്ക് വേണമെങ്കിലും നമുക്കതിനെ മാറ്റാൻ പറ്റും. പിന്നെ അലൈൻമെന്റ് ടോപ്പിൽ തന്നെ ലെഫ്റ്റില്, മിഡില്, ബോട്ടം അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് എല്ലാം ആ ഷേപ്പിനുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിനെ മാറ്റം വരുത്താനുള്ള ഓപ്ഷൻസ് ആണ് ഈ പറഞ്ഞത് മുഴുവൻ. പിന്നെ പൊസിഷനും റാപ്പ് ടെക്സ്റ്റും ബ്രിങ് ഫോർവേഡ്, ബാക്ക്വേർഡ് ഇതൊക്കെ നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ഇമേജ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഷേപ്പിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വർക്കാവുന്നത്. ഇനി അടുത്തത് നമുക്ക് ഇനി ഷേപ്പുകൾ വേണ്ട എന്നാണെങ്കിൽ, ഷേപ്പ് ആണെങ്കിലും ഇമേജ് ആണെങ്കിലും നമുക്കത് വേണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജസ് നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ട് പോവും. ഷേപ്പിൽ നമ്മൾ ആഡ് ടെക്സ്റ്റ് ഉപയോഗിച്ച് ടൈപ്പിങ്ങും കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഷേപ്പിന്റെ മുകളിൽ വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പകരം ഷേപ്പിന്റെ ചുറ്റിനും ഒരു ഔട്ട്ലൈൻ വരും. ഈ ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താലാണ് അത് അവിടെ നിന്ന് പോവുക. അത് ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് നമുക്ക് ജസ്റ്റ് ഷേപ്പിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതിൽ സ്മാർട്ട് ആർട്ടും ചാർട്ടും സ്ക്രീൻഷോട്ടും നമുക്ക് പറയാം.